കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. നമ്മളിന്ന് ബാലകാന്ഡം ഇന്നലെ കഴിഞ്ഞു. നമ്മളിന്ന് അയോധ്യാകാന്ഡം തുടങ്ങിയാണ്. അയോധ്യാകാന്ഡത്തിനെ പറ്റി ഒരു ചെറിയ ഒരു ആമുഖത്തോടു കൂടി നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതിൽ അഭിഷേകം മുടങ്ങണതും എല്ലാവർക്കും അറിയാം, പക്ഷെ നാലത്തെ നമുക്ക് ആലോചിക്കാൻ ഒരു ഇതിൽ അഭിഷേകം മുടങ്ങണതും പിന്നെ ഭഗവാൻ കാട്ടിലേക്ക് പോയിട്ട് ഭരതൻ പാതുകങ്ങൾ വെച്ച് ഭരിക്കാൻ തുടങ്ങണതും ആണ് കാര്യമായിട്ട്. അതുവരെയാണ് കാര്യമായിട്ട്. ഈ രാമൻ്റെ ജീവിതം, അതായത് രാമൻ അയോധ്യ കേന്ദ്രമാക്കിയിട്ടാണ് എല്ലാം, ഈ ഹോൾ രാമായണം തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അതുകൊണ്ടാണ് അത്ര അയോധ്യാകാന്ഡം എന്നതിന് പേര്. കാരണം ഇവിടുന്നാണ് ആ കഥ മുഴുവൻ വിരിയണത്. അതായത് ദ സ്റ്റോറി ഈസ് ബ്ലൂമിങ് ഫ്രം അയോധ്യ. അതുകൊണ്ടാണ് അയോധ്യാകാന്ഡം എന്ന് പേരെന്ന് ഞാൻ എവിടെയോ വായിച്ചു കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് വളരെയധികം അത്ഭുതമാവണത് ദശരഥനെ പോലെ ഒരു മഹാപരാക്രമിയായിട്ടൊരു രാജാവിൻ്റെ ആ മകൻ്റെ കാര്യം വരുമ്പോൾ അറ്റാച്ച്മെൻ്റ് കൊണ്ടേ ഉള്ള ആ ഒരു വീക്ക്നെസ്, ദൗർബല്യവും, ദശരഥൻ്റെ ദൗർബല്യവും ശ്രീരാമൻ്റെ ആ ഒരു മഹത്വവും. എത്ര മഹാത്മാവാണ് ശ്രീരാമൻ, സത്യത്തിനെതിരെ നിൽക്കാതെ അല്ലേ. ആ ശ്രീരാമൻ്റെ ധർമ്മബുദ്ധിയും സത്യബുദ്ധിയും, ഇത്ര മഹാനായിട്ടുള്ള ദശരഥ രാജാവിൻ്റെ ആ ദൗർബല്യവും, കൈകേയിയുടെ ഒരു സ്വാർത്ഥതയും, മന്ധരയുടെ ആ ഒരു വളഞ്ഞ ബുദ്ധിയും അല്ലേ. പിന്നെയോ ആ സമയത്ത് ഇത് കേട്ടപ്പോൾ ലക്ഷ്മണൻ്റെ ഒരു അനന്തം പാമ്പാണല്ലോ ലക്ഷ്മണൻ ക്രോധാവിഷ്ടനായിട്ട് ലഹള കൂട്ടണതും അല്ലേ. പിന്നെയോ സീതയുടെ ആ ഒരു പാതിവ്രത്യവും പതിഭക്തിയും. ഇത്ര കേമായിട്ട് ജീവിച്ച ആൾ മരവുരി ഉടുത്ത് കാട്ടിലേക്ക് മുള്ളിലും ഇതിലും നടക്കാൻ തയ്യാറായിട്ട് പോയപ്പോൾ ആ ഒരു ഭക്തിയും പാതിവ്രത്യവും, പിന്നെ ആ പാവം കൗസല്യയുടെ ആ ഒരു സങ്കടം, ആ മാതൃത്വം എന്ന് തന്നെ പറയട്ടെ. അച്ഛൻ നിന്നോട് പോവാൻ പറഞ്ഞു, എന്നാൽ അമ്മയായിട്ടുള്ള ഞാൻ നിന്നോട് പോവരുത് പറയണു എന്നാണല്ലോ പറയണത്. ആ അമ്മയുടെ ഒരു മാതൃ സ്നേഹം അത് നമുക്ക് കാണാം. പിന്നെ വേറൊരു കാര്യം, സുമിത്രയുടെ ഒരു പാകത അല്ലേ. സുമിത്രയുടെ ഒരു പാകതയും, പിന്നെ ഓഫ് കോഴ്സ് കാട്ടിൽ പോയതിന് ശേഷം ഗുഹൻ എത്ര ഒരു കടത്തുകാരനാണെങ്കിലും ആ ഗുഹൻ്റെ ഭക്തി, പിന്നെ ഭരതൻ തിരിച്ചു വന്നപ്പോഴത്തെ ഭരതൻ്റെ ശ്രീരാമനോടുള്ള എന്തൊന്നില്ലാത്ത ബഹുമാനവും സ്വാർത്ഥമില്ലായ്മയും നമുക്ക് വല്ലാതെ ഉള്ളിൽ തട്ടണ അനവധി എപ്പിസോഡ്സ്, അനവധി രംഗങ്ങൾ അയോധ്യാകാന്ഡത്തിലുണ്ട്. ഈ കാണ്ഡത്തിലാണ് ശരിക്കും പറയാച്ചാൽ ഏറ്റവും അധികം മനുഷ്യൻ്റെ മനസ്സിലത്തെ ഈ വിചാരങ്ങളെയും സംഘർഷങ്ങളെയും ഏറ്റവും നന്നായി അവതരിപ്പിച്ചിരിക്കുന്ന അയോധ്യാകാന്ഡത്തിലാണെന്ന് പല വ്യാഖ്യാതാക്കളും പറയും. കാരണം ഈ ദശരഥൻ്റെ ദുഃഖവും കൈകേയിയുടെ ഇതും പലതരം വികാരങ്ങളെങ്ങനെ മനുഷ്യ മനസ്സിൽ പൊന്തി വരുന്നത് ശരിക്കും കാണിച്ചത് ഏറ്റവും അധികം അയോധ്യാകാന്ഡത്തിലാണെന്നാണ് പറയണത്. കാരണം ദശരഥൻ്റെ ആ വീക്ക്നെസ്സും മാതൃസ്നേഹവും, ലക്ഷ്മണൻ്റെ ദേഷ്യവും, ഭരതൻ മടങ്ങി വന്ന് കൈകേയിയോടുള്ള ദേഷ്യവും, കൈകേയിയുടെ സ്വാർത്ഥവും, മന്ധരെ പോലെ ഒരു സൂത്രം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അങ്ങനത്തെ ആ മനസ്സിൻ്റെ പലതരം കാമക്രോധ ലോഭ മദമോഹ മാത്സര്യങ്ങളുടെ പലതും പൊന്തി വരുന്നത് ഏറ്റവും നന്നായി അവതരിച്ചിട്ടുള്ള സുന്ദരമായി അവതരിപ്പിച്ചിരിക്കുന്നത്
അയോധ്യാകാന്ഡത്തിലാണ് എന്നാണ്. അതായത് ഏറ്റവും അധികം ഈ പ്രത്യേകിച്ച് എന്താ പറയുക, പിന്നെ എഴുത്തച്ഛൻ്റെ രാമായണത്തിലെ ഏറ്റവും അധികം ഭാവാവിഷ്കരണം ഏറ്റവും അധികം ഈ അയോധ്യാകാന്ഡത്തിൽ തന്നെയാണെന്ന് പറയാതെ പറ്റില്ല. പ്രത്യേകിച്ച് എല്ലാറ്റിലും അതെ, പക്ഷെ ഏറ്റവും അധികം ഭാവാവിഷ്കരണം എഴുത്തച്ഛൻ്റെ അതെ ഈ അയോധ്യാകാന്ഡത്തിൽ തന്നെയാണ്. ആൻഡ് ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ് കേട്ടോ പിന്നെ എന്താ പറയുക വ്യാസഭഗവാന്റെ രാമായണത്തിലും അങ്ങനെയാണ് ആ കഥയുടെ പോക്ക്. അത് കാരണം ഈ പിന്നെ ഭാവാവിഷ്കരണം വളരെ അവിടെ അനുയോജ്യമായിട്ട് വരണ ഭാഗമാണ്. അപ്പോൾ നമുക്ക് അയോധ്യാകാന്ഡം 1-ാം സർഗത്തിലേക്ക് നമുക്ക് കടക്കാം. അത് ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് മുഴുവനെ ഭക്തിയോട് കൂടിയിട്ടും സന്തോഷത്തോടു കൂടിയിട്ടും നല്ല ശ്രദ്ധയോടു കൂടിയും ഈ അയോധ്യാകാന്ഡം മുഴുവനെ ചെയ്യാൻ, അങ്ങനെ തുടർന്ന് ചെയ്യാനുള്ള അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം. അയോധ്യാകാന്ഡം 1-ാം സർഗം ശ്രീ മഹാദേവ ഉവാച. ശിവന്റെ വാക്കുകളാണ്. ഏകദാ സുഖമാസീനം രാമം സ്വാന്തപുരാജിരേ സർവാഭരണസമ്പന്നം രത്നസിംഹാസനെ സ്ഥിതം നീലോൽപലദളശ്യാമം കൗസ്തുഭാമുക്തകന്ധരം സീതയാ രത്നദണ്ഡേന ചാമരേണാഥവീജിതം വിനോദയന്തം താംബൂലചർവണാദിഭിരാദരാത് നാരദോവതരദ്രഷ്ടും അംബരാദ്യത്ര രാഘവ. എന്താണ്? ഏകദ ഒരു ദിവസം സ്വാന്തപുരാജിരെ തൻ്റെ അന്തഃപുരത്തിൽ, അതായത് എല്ലാവർക്കും ഓരോ അന്തഃപുരം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ, ആ തൻ്റെ അന്തഃപുരത്തിൽ സുഖമാസീനം സുഖമായിട്ടിരിക്കുമ്പോൾ സർവാഭരണ സമ്പന്നം നല്ല എല്ലാ രാജചിഹ്നങ്ങളും ഒക്കെ അണിഞ്ഞിട്ടാണ് കേട്ടോ, എല്ലാ ആഭരണങ്ങളും രാജചിഹ്നങ്ങളോട് കൂടിയവനും രത്നസിംഹാസനെ സ്ഥിതം സിംഹാസനത്തിൽ ഉപവിഷ്ടനായവനും നീലോൽപലദളശ്യാമം നീലത്താമരദളം പോലെയുള്ള കണ്ണുകളും ശ്യാമളവർണ്ണനുമായിട്ടുള്ള കൗസ്തുഭാമുക്ത കന്ധരം കൗസ്തുഭം കണ്ഠത്തിൽ ധരിച്ചിട്ടുള്ളവനും രത്നദണ്ഡേന ചാമരേണ രത്നം കൊണ്ട് പിടിയുള്ള വെഞ്ചാമരം കൊണ്ട് സീതയാ വീജിതം. ആ വെഞ്ചാമരം ഉണ്ടല്ലോ, അതിൻ്റെ പിടി രത്നം കൊണ്ടാണ്. അതിനെ സീതയാ വീജിതം, സീതയാൽ വീശപ്പെടുന്നു. ശ്രീരാമനെ വെഞ്ചാമരം വീശാണ് സീത. താംബൂല പർവണാധിപി, അതായത് വെറ്റിലൊക്കെ തിന്നിട്ട് ആദരാത് വിനോദയന്തം ആദരപൂർവം വിനോദിപ്പിക്കുന്നവനുമായ രാമം ദ്രഷ്ടും രാമനെ കാണാനായിക്കൊണ്ട് ആരാ വന്ന? അംബരാത് ആകാശത്തിൽ കൂടി. എത്ര അമ്പരത്തിൽ നിന്ന് എന്നാണ് അംബരാത്, അതായത് ആകാശത്ത് നിന്ന് എത്ര രാഘവ രാമനിരിക്കണ ആ സ്ഥലത്ത് നാരദൻ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നു എന്ന്. അതാണ് ഇപ്പം ഈ ഒരു 3 ശ്ലോകത്തിൽ പറഞ്ഞ എന്താ വെച്ചാൽ, പിന്നെ ശ്രീരാമ ഭഗവാൻ പിന്നെ തൻ്റെ അന്തഃപുരത്തിൽ എല്ലാ സർവാഭരണഭൂഷിതനായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. സീത വളരെ സ്നേഹത്തോടു കൂടി സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് വെറ്റില ഉണ്ടാക്കി കൊടുക്കേണ്ട ചിലർ സീത രത്നം കൊണ്ട് പിടിയുള്ള വെഞ്ചാമരം കൊണ്ട് വീശുന്നുണ്ട്. അങ്ങനെ സുഖമായിട്ടിരിക്കുന്ന സമയത്ത് രാമനെ കാണാനായിട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഷ്ണു ഭക്തനായിട്ടുള്ള നാരദൻ ആകാശത്തിൽ നിന്ന് ഇറങ്ങി. അതാണല്ലോ പണി, എല്ലാതിക്കും നടക്കല്ലേ. അപ്പോൾ 14 ലോകത്ത് നടക്കുമ്പോൾ ഇപ്പോൾ ഭൂമിയിലേക്ക് ശ്രീരാമനെ കാണാൻ വേണ്ടി വന്നു. ശ്രീരാമൻ ഭഗവാന്റെ അവതാരം എന്നൊക്കെ അറിയാലോ. അതായത് മനുഷ്യഭാവം എടുത്തിട്ട് ഇവിടെ ജനിച്ചാന്നൊക്കെ അറിയാലോ. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എന്നിട്ട് അതായത് ഈ വെറ്റിലൊക്കെ തിന്നുന്നുണ്ട്. എന്നിട്ട് സീതയും സുഖിപ്പിക്കുന്നുണ്ട്, സീതയോട് ഇഷ്ടമുള്ള വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. സീത തിരിച്ചിങ്ങട് പിന്നെ വീശുന്നുണ്ട്. അങ്ങനെ അവർ സംവദിച്ചും കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ശ്രീരാമനെ കാണാൻ വേണ്ടി അവിടെ ആരെത്തണത്? നാരദൻ എത്തണത്. അപ്പം നമുക്ക് 3 വായിക്കാം. അത് പിന്നെ ശിവൻ ശ്രീപാർവതിയോട് പറയാൻ കേട്ടോ. ആ സമയത്ത് നാരദൻ അവിടെ എത്തിയെന്നേ.
ശ്രീമഹാദേവ ഉവാച ഏകദാ സുഖമാസീനം രാമം സ്വാന്തപുരാജിരേ സർവാഭരണസമ്പന്നം രത്നസിംഹാസനേ സ്ഥിതം. നമുക്ക് കണ്ണിൽ കാണാം ശരിക്കും അല്ലേ. നീലോൽപലദളശ്യാമം കൗസ്തുഭാമുക്തകന്ധരം സീതയാ രത്നദണ്ഡേന ചാമരേണാഥ വീജിതം വിനോദയന്തം. സീതയെ സുഖിപ്പിക്കണ്ട. താംബൂല ചർവണാദിഭിരാദരാത് നാരദോവതരദ്രഷ്ടും അമ്പുരാദ്യത്ര രാഘവ. രാഘവൻ ഇരിക്കണോടത്ത് വന്നിറങ്ങി. 4 ശുദ്ധസ്ഫടിക സങ്കാശ ശരശ്ചന്ദ്ര ഇവാമല അതർക്കിതമുപായാതോ നാരദോ ദിവ്യദർശന. ശുദ്ധസ്ഫടിക സങ്കാശ, ശുദ്ധമായിട്ടുള്ള, അതായത് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഫടികത്തിന് തുല്യനും ശരശ്ചന്ദ്ര ഇവ അമല, അതായത് ശരൽക്കാലത്തെ ചന്ദ്രനെ പോലെ പരിശുദ്ധനും ദിവ്യദർശന, ദിവ്യമായ ദർശനത്തോടു കൂടിയവനുമായ നാരദൻ അതർക്കിതം ഉപായത, പെട്ടെന്ന് അടുത്തേക്ക് വന്നു. അതായത് ശുദ്ധമായിട്ടുള്ള ഗ്ലാസ് പോലെയും ഒരു ചളിയും ഇല്ലാത്ത ഒരു സ്ഫടികം പോലെയും ശരൽക്കാലത്തിലെ ചന്ദ്രനെ പോലെയും പിന്നെ വെളുത്ത അതായത് അങ്ങേയറ്റം പരിശുദ്ധവും നിർമ്മലവും ആയി തിളങ്ങുന്ന നാരദമുനി പെട്ടെന്ന് ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് വന്നു. എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ, ആകാശത്ത് നിന്ന് അങ്ങോട്ട് വരികയല്ലേ. നാരദമുനിയെ കാണുക, അതായത് എപ്പോഴൊന്നും എല്ലാ ദിക്കിലും എത്തില്ല. അപ്പോൾ ഇപ്പം എന്താ, എല്ലാ ദിക്കിലും പോകണമല്ലോ, എല്ലാ ലോകങ്ങളിലും. അപ്പോൾ ഒരു ലോകത്തിലും അധികം നേരം നിൽക്കില്ലേ. അപ്പം നാരദനെ എപ്പോഴും കാണണം വെച്ചാൽ പറ്റില്ല. അങ്ങനെ ഒരു അസാധാരണമായിട്ടുള്ളൊരു വിസിറ്റാണ് നാരദൻ്റെ കേട്ടോ. അടുത്തേക്ക് അങ്ങോട്ട് വന്നു. ശുദ്ധസ്ഫടിക സങ്കാശ ശരശ്ച, അതായത് നാരദനും അത്ര പിന്നെ എന്താണ് പ്യുവറാണല്ലോ, അത്ര ഇതിലധികം വലിയൊരു വിഷ്ണുഭക്തൻ പ്രഹ്ലാദൻ മാത്രമേ ഉള്ളൂല്ലോ. അപ്പോൾ നാരദനും പിന്നെ നാരദൻ്റെ പരിശുദ്ധി ഇവിടെ പറയണ്ട. അങ്ങനെ പരിശുദ്ധനായിട്ടുള്ള നാരദൻ പെട്ടെന്ന് ഭഗവാന്റെ സമീപത്ത് അങ്ങോട്ട് എത്തി. ശുദ്ധസ്ഫടിക സങ്കാശ ശരശ്ചന്ദ്ര ഇവാമല അതർക്കിതുമുപായാതോ നാരദോ ദിവ്യദർശന തം ദൃഷ്ട്വാ സഹസോത്ഥായ രാമപ്രീത്യാ കൃതാഞ്ജലി നനാമ ശിരസാ ഭൂമൗ സീതയാ സഹഭക്തിമാൻ. ശ്രീരാമൻ എന്താ ചെയ്ത് അതൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ അറിയോ, രാമത്വം ദൃഷ്ടുവ, ശ്രീരാമൻ ഭഗവാൻ തന്നെ മനുഷ്യനെ അവതരിച്ചാണ്. എന്നിട്ട് പോലും രാമൻ നാരദനെ കണ്ടിട്ട് സഹസാ ഉത്ഥായ, പെട്ടെന്ന് നീട്ടു. കാരണം അപ്രതീക്ഷിതമായിട്ടാണല്ലോ നാരദൻ വരണത്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നീട്ടു, പരിഭ്രമം പോലെ. കൃതാഞ്ജലി, എന്നിട്ട് 2 കയ്യും കൂപ്പിയിട്ട് ഭക്തിമാൻ, വളരെ ഭക്തിപൂർവം സീതയാ സഹ, സീതയും കൂട്ടി പ്രീത്യ ഭൂമൗ ശിരസാ നനാമ, വേഗം താഴ്ത്ത് വീണങ്ങട് നാരദൻ്റെ കാൽക്കൽ നമസ്കരിച്ചു. ശ്രീരാമൻ കണ്ട ഉടനെ 1 മിനിറ്റ് പോലും സംശയിക്കാതെ വേഗം നീട്ടു നിന്നു, പരിഭ്രമം ഉള്ള പോലെ. അതായത് വേഗം വന്ദിക്കാനുള്ള ആ ഒരു ഔത്സുക്യം കൊണ്ട് വേഗം നീട്ടു നിന്ന് 2 കയ്യും കൂപ്പി സീതയോടും കൂടി പറഞ്ഞു, സീതയും കൂടി കൂട്ടി ആ നിലത്ത് ഭൂമിയിൽ നാരദൻ്റെ കാൽക്കൽ അങ്ങോട്ട് നമസ്കരിച്ചു ശ്രീരാമചന്ദ്രൻ. ആലോചിച്ചോളൂ, എത്ര വിനയാണ് അല്ലേ. തം ദൃഷ്ട്വാ സഹസോത്ഥായ രാമപ്രീത്യാ കൃതാഞ്ജലി നനാമ ശിരസാ ഭൂമൗ സീതയാ സഹഭക്തിമാൻ. ഇനി 6 ഉവാച നാരദം രാമ പ്രീത്യാ പരമയാ യുത സംസാരിണാം മുനിശ്രേഷ്ഠ ദുർലഭം തവ ദർശനം അസ്മാകം വിഷയാസക്തചേതസം നിതരാം മുനെ. ശ്രീരാമൻ പറയണതാണ്, കേൾക്കാം. പരമയാ പ്രീത്യ യുത രാമ, അങ്ങേയറ്റം സന്തോഷത്തോടു കൂടിയിട്ടുള്ള രാമൻ നാരദം ഉവാച, നാരദനോട് പറഞ്ഞു, മുനിശ്രേഷ്ഠ, ഹേ പിന്നെ എന്താണ് ബ്രഹ്മർഷേ, ഏറ്റവും മുനികൾ ശ്രേഷ്ഠനായിട്ടുള്ളവനെ, സംസാരിണാം, സംസാരികൾക്ക് തവ ദർശനം ദുർലഭം, അങ്ങയുടെ കാഴ്ച എളുപ്പമല്ല. ഈ സംസാരത്തിൽ ജീവിക്കുന്നവർക്ക് അങ്ങേ കാണാൻ വളരെ ദുർലഭമാണ്, അങ്ങേ കാണാൻ സാധിക്കണതേ.
അതിലും അപ്പോൾ അങ്ങയുടെ കാഴ്ച ദുർലഭമാണെന്ന് പറഞ്ഞു. മുനേ ഹേ മുനേ വിഷയാസക്ത ചേസാം അസ്മാകം നിതരാം. അതിന് പുറമെ ഈ വിഷയത്തിൽ ഏറ്റവും വിഷയികളായിട്ടുള്ള മനസ്സോടുകൂടിയ ഞങ്ങൾക്ക് ഇത് അത്യന്തം ദുർലഭം തന്നെയാണ്. എന്താ പറയണേ? ശ്രീരാമൻ അവനവനെ വിഷയികളായിട്ടുള്ള ഞങ്ങൾക്കെന്ന് പറയുന്നു അല്ലേ? അതായത് എല്ലാവരെയും കൂട്ടിയാണ് പറയണത്. ഹേ മുനിശ്രേഷ്ഠ, ഈ സംസാരത്തിൽ ഇരിക്കണവർക്ക്, ഈ സംസാരികൾക്ക് അങ്ങേ കാണുന്നത് വളരെ ഒരു ദുർലഭമായിട്ടുള്ള ഒരു ഭാഗ്യമാണ്. അതിലും വെച്ച് ഈ ആർക്കും തന്നെ കാണാൻ ഭാഗ്യം വേണം. അതിലും വെച്ച് വളരെ ഭൗതിക ഭോഗങ്ങളിലെ വിഷയങ്ങളിൽ തൽപരരായിട്ടുള്ള, എപ്പോഴും വിഷയങ്ങളിൽ തൽപരരായിരിക്കുന്നവർക്ക് എന്താ ശ്രീരാമൻ പറയണേ? വിഷയങ്ങളിൽ തൽപരനായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ളവർക്ക് അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവർക്ക് അത്യന്ത ദുർലഭമാണ് അങ്ങയുടെ ദർശനം എന്ന്. ശ്രീരാമൻ അവനവനെ വിഷയിയാണെന്നാണ് പറയണത്. എന്താ പറയണേ? ആർക്കും തന്നെ അങ്ങയുടെ ദർശനം വിഷമാണ്. അതിലും പ്രത്യേകിച്ച് ഈ ഭൗതിക ഭോഗങ്ങളിൽ അല്ലെങ്കിൽ വിഷയങ്ങളിൽ അങ്ങേയറ്റം ഔത്സുക്യം ഉള്ള എന്നെപ്പോലുള്ളവർക്ക് അങ്ങയുടെ ദർശനം അതിദുർലഭമാണ്. ഉവാച നാരദം രാമ പ്രീത്യാ പരമയായുധ സംസാരിണാം മുനിശ്രേഷ്ഠ ദുർലഭം തവ ദർശനം അസ്മാകം വിഷയാസക്ത ചേതസം നിതരാം മുനേ. ഇനി 7 അവാപ്തം മേ പൂർവജന്മകൃത പുണ്യമഹോദയൈ സംസാരിണാമഭിമുനേ ലഭ്യതേ സൽസമാഗമ. മേ അവാപ്തം, എനിക്കിപ്പോൾ ലഭിച്ച ഹേ മുനേ പൂർവജന്മകൃത പുണ്യമഹോദയൈ, എൻ്റെ പൂർവജന്മത്തിലത്തെ സുഹൃതങ്ങളാൽ സംസാരിണാം അഭി, സംസാരികൾക്കും സൽസമാഗ ലഭ്യതേഹി, ഈ സജ്ജന സംസർഗം ലഭിക്കും നിശ്ചയം. അതെന്താ പറയണ അറിയോ? അത്ര ദുർലഭമാണ് നാരദ മുനി അങ്ങയുടെ ദർശനം. അതിപ്പോൾ എനിക്ക് സിദ്ധിച്ചു അങ്ങയുടെ ദർശനം. പൂർവജന്മങ്ങളിലത്തെ സുഹൃതം കൊണ്ട് സംസാരികൾക്കും ചിലപ്പോൾ സാധു സമാഗമം ഉണ്ടാവും. അതാണപ്പം ഉണ്ടായത് എനിക്ക്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ അങ്ങയെ കാണാനുള്ള അർഹതയില്ല. എൻ്റെ പൂർവ്വജന്മ സുഹൃതം കൊണ്ടാണ് എനിക്കിപ്പോൾ അങ്ങയുടെ സമാഗമം ലഭിച്ചത്. അതാണ് പറയുന്നത്. കാരണം നിന്ദ്രയുടെ അതിദുർലഭമായിട്ടുള്ള ദർശനം എനിക്ക് സിദ്ധിക്കാൻ ഒരൊറ്റ കാരണം ഞാൻ ആലോചിച്ചിട്ട്, സംസാരിയാണെങ്കിലും വിഷയങ്ങളിൽ തൽപരനായിട്ടുള്ള ഒരാളാണെങ്കിലും എനിക്ക് അങ്ങയുടെ ദർശനം ലഭിക്കാനുള്ള ഒറ്റ കാരണം ഒന്നേ ഉള്ളൂ, എൻ്റെ പൂർവ്വജന്മ സുഹൃതം എന്ന് ശ്രീരാമനാ പറയണ കേട്ടോ. അവാപ്തം മേ പൂർവജന്മ കൃത പുണ്യമഹോദയൈ സംസാരിണാമഭിമുനേ ലഭ്യതേ സസമാഗമ. 8 അതസ്ത്വദ്ദർശനാദേവ കൃതാർത്ഥോസ്മി മുനീശ്വര കിം കാര്യം തേ മയാ കാര്യം ബ്രൂഹിതൽ കരവാണി ഭോഹോ. അതുകൊണ്ട് ത്വദ്ദർശനാദേവ, അങ്ങയുടെ ദർശനം കൊണ്ട് തന്നെ കൃതാർത്ഥാസ്മി, ഞാൻ കൃതാർത്ഥനായി. അങ്ങേ ദർശിച്ചത് കൊണ്ട് മാത്രം, വേറൊന്നും വേണ്ട. ആ അങ്ങയുടെ ദർശനം ലഭിച്ചതുകൊണ്ട് മാത്രം ഞാൻ പരിപൂർണ കൃതാർത്ഥനായി. മുനീശ്വര, അല്ലയോ മുനീശ്രേഷ്ഠ, തേ കിം കാര്യം മയാ കാര്യം, അങ്ങക്ക് എന്ത് കാര്യം വേണച്ചാലും ഞാൻ ചെയ്തോളാം. എന്താണ് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ഞാൻ എന്ത് അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തദ്ബ്രൂഹി, അത് പറയൂ. എന്തിനാ വന്നത്? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ വരാൻ. അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ പറയൂ. തൽക്കരവാണി, ഹേ പൂജ്യ, അതിനെ ഞാൻ ചെയ്യാം. അങ്ങ് എന്ത് പറഞ്ഞാലും, എന്തിനാണപ്പോൾ വന്നത്, എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ പറയൂ, ഞാൻ ചെയ്യാമെന്ന് പിന്നെ വന്ദിച്ചതിന് ശേഷം ശ്രീരാമൻ പറഞ്ഞു. അതസ്ത്വദ്ദർശനാദേവ കൃതാർത്ഥോസ്മി മുനീശ്വര, ഞാൻ കൃതാർത്ഥനായി, സന്തോഷമായി. അപ്പം അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. കിം കാര്യം തേ മയാ കാര്യം, എന്നാൽ ചെയ്യാവുന്നതെല്ലാം ബ്രൂഹിതത്കരവാണി ഭോ, പറഞ്ഞാൽ ചെയ്യാം. 9 അഥതം നാരദോപ്യാഹ രാഘവം ഭക്തവത്സരം കിം മോഹയസി മാം രാമ വാക്യേർ ലോകാനുസാരിഭി. ഭക്തവത്സലം തം രാഘവം. അതിനുശേഷം
ആ ഭക്തവത്സലായിട്ടുള്ള രാമനോട് നാരദ അഭി ആഹ, നാരദൻ പറഞ്ഞു. എന്താ പറഞ്ഞ? ആഹ പറഞ്ഞു. രാമ, ഹേ രാമ, ലോകാനുസാരിഭി വാക്യൈഹി, അതായത് ലോകാനുസാരികളായ വാക്യങ്ങൾ കൊണ്ടും കിം മാം മോഹയസി, എന്തിനാ എന്നെ എങ്ങനെ മോഹിപ്പിക്കണമെന്ന്. സംസാരികളോട് പറയണ പോലെ എന്തിനാ എന്നോട് പറയണമെന്ന്. അതായത് ഇങ്ങനെ പറഞ്ഞപ്പോഴേ എന്താ വേണ്ട വെച്ചാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ ഭഗവാന്റെ തന്നെ അവതാരം നോക്കല, നാരദനെ അറിയേ. അപ്പോൾ എന്താ അങ്ങ് പറഞ്ഞു വെച്ചാൽ ചെയ്യാം, ഞാനൊരു സാധാരണ സംസാരിയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നാരദന് സത്യമൊക്കെ അറിയാം. അപ്പം നാരദൻ പറയുകയാണ്, എന്തിനാ ഈ സാധാരണ ജനങ്ങളൊക്കെ ആരെങ്കിലും വന്നാൽ സംസാരിക്കണ പോലെ ലോക്യം പറയാന്ന് പറയില്ലേ നമ്മളെ, അങ്ങനെയുള്ള വാക്കൊക്കെ എന്തിനാ എന്നോട് പറഞ്ഞ് മോഹിപ്പിക്കണേ ചോദിക്കുകയാണ്. സാധാരണ ആരെങ്കിലും വന്നാൽ നമ്മൾ ലോക്യം പറയുമല്ലോ, അതുപോലെ എന്തിനാ എന്നെ ഇങ്ങനത്തെ വാക്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ മായാമോഹിതനാക്കണേ. അപ്പം എന്താ അറിയോ, കുറച്ചൊരു സെക്കൻഡ് നേരം ശ്രീരാമൻ ഭഗവാൻ തന്നെയല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴേ, ഓ സംസാരിയായിട്ടുള്ള എൻ്റെ പൂർവ്വജന്മ സുഹൃതം കൊണ്ടാണ് അങ്ങേ കാണാൻ തരായത് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ശരിക്കൊരു മനുഷ്യനെ പോലെ ആക്ട് ചെയ്തിട്ട് നടിച്ചും കൊണ്ട് പറഞ്ഞപ്പോൾ ഒരു നിമിഷം നാരദനും മോഹിതനായാലോ എന്ന് വിചാരിച്ചിട്ടാണ് നാരദൻ പറയണത്. എന്തിനാ എന്നെ മോഹിപ്പിക്കണേ, സാധാരണ ആൾക്കാരോടൊക്കെ ലോക്യം പറയണ പോലെ എന്തിനാ അങ്ങ് പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള അങ്ങ് എന്തിനാ എന്നോട് ഇങ്ങനെ പറയണത്, എന്നെ മോഹിപ്പിക്കാനാണോ എന്നാണ് സംശയം. അപ്പോൾ അഥതം നാരദോപ്യാഹ രാഘവം ഭക്തവത്സലം കിം മോഹയസി മാം രാമ വാക്യൈർലോകാനുസാരിഭി. ഇനി സംസാര്യഹമിതി പ്രോക്തം സത്യമേതത്വയാ വിഭോ ജഗദാമാദിഭൂതായ സാമായ ഗൃഹിണീ തവ അഹം സംസാരി ഇതി ത്വയാ പ്രോക്തം. ഞാൻ, അതായത് അങ്ങ് പറഞ്ഞു ഞാൻ സംസാരിയാണെന്ന് ഇല്ലേ, ഞാനൊരു സാധാരണ ഈ ഭൗതിക ഐശ്വര്യങ്ങളിൽ ഔത്സുക്യമുള്ള ഒരു സാധാരണ സംസാരിയാണെന്ന് പറഞ്ഞില്ലേ. വിഭോ ഏത സത്യം ഏവ, ഹേ വിഭോ ഇത് സത്യം തന്നെ. യാ ജഗതാം ആദിഭൂത, യാതൊന്നോ ജഗത്തുക്കളുടെ ആദി, അതായത് ആരിൽ നിന്നാണോ ജഗത്ത് ഉണ്ടായത്, സാ മായ തവ ഗൃഹിണി, ആ മായല്ലേ അങ്ങയുടെ ഭാര്യ. അതുകൊണ്ട് എന്താ പറയുക, അങ്ങ് പറഞ്ഞില്ലേ എന്നോട് ഞാൻ സംസാരിയാണ്, സംസാരിയായിട്ടുള്ള എനിക്ക് അങ്ങയുടെ ദർശനം ഭാഗ്യമായി പൂർവ്വജന്മ സുഹൃതം കൊണ്ടെന്നൊക്കെ അന്ന് പറഞ്ഞില്ലേ. അതൊരു നിലയ്ക്ക് സത്യം തന്നെ. എന്താ കാരണം വെച്ചാൽ ഈ സകല ലോകങ്ങളുടെയും ആദിയിലുള്ള ശക്തി ആരാണ്, അതായത് ഈ മായെന്നാണോ ഉണ്ടാവണം ഈ ലോകം, ഭഗവാന്റെ വിഷ്ണു മായെന്നാണല്ലോ ലോകം ഉണ്ടാക്കണത് തന്നെ. ആ മായയാണ് അങ്ങയുടെ പത്നി. അപ്പം പിന്നെ സംസാരിയാന്ന് പറയണതിൽ തെറ്റില്ലല്ലോ. അതാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലായി അങ്ങ് എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന്. കാരണം അങ്ങയുടെ പത്നിയായിട്ടുള്ള സീതാദേവി അങ്ങയുടെ വിഷ്ണുമായ തന്നെയാണ്. ആ വിഷ്ണുമായയുടെ ശക്തി ഉപയോഗിച്ചാണ് അങ്ങ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്നത്. മായാപ്രപഞ്ചം, ഇല്ലാത്ത അഘടിത ഘടന പടീയസി മായ പറഞ്ഞില്ലേ, ഇല്ലാത്ത ഉണ്ടെന്ന് തോന്നിക്കണ, യുക്തിക്ക് നിരക്കാത്ത എന്തും ഉള്ളതാണെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന മായയാണ് അങ്ങയുടെ പത്നി. അപ്പം പിന്നെ സംസാരിയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്ന് പറയണം കേട്ടോ. വളരെ രസമായിട്ട്. അപ്പോൾ സംസാര്യഹമിതി പ്രോക്തം സത്യമേതത്വയാ വിഭോ, സത്യം തന്നെയാണ്. കാരണം അങ്ങയുടെ പത്നി മായയാണല്ലോ. ജഗതാമാദിഭൂതായ സാമായ ഗൃഹിണീ തവ. ഒരെണ്ണം കൂടി ചെയ്ത് നിർത്താം, 11 കേട്ടോ. ത്വൽ സന്നികർഷാജായന്തേ തസ്യാം ബ്രഹ്മാദയ പ്രജാ ത്വദാശ്രയ സദാ ഭാതി മായായ ത്രിഗുണാത്മിക. ത്വസന്നികർഷാൽ, ഇന്ദ്രിയരുടെ സാന്നിധ്യം കൊണ്ട്, സാന്നിധ്യം ഉണ്ടെങ്കിലേ മായയ്ക്ക് എപ്പോഴും ഇന്ദ്രിയരുടെ അതായത് മായയ്ക്ക് ഭഗവാന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ലോകത്തിനെ സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ. അതാണ് ത്വൽ സന്നികർഷാൽ, ഭഗവാന്റെ സാന്നിധ്യം ഹേതുവായിട്ട് തസ്യാം ബ്രഹ്മാദയാ പ്രജാഹ ജായന്തേ, അവളിൽ അങ്ങയുടെ സാന്നിധ്യത്തോടു കൂടി മായയിൽ ഊർജം പകർന്നാണ് ബ്രഹ്മാദി ദേവന്മാരെ അടക്കം സൃഷ്ടിക്കുന്നത്. യാ ത്രിഗുണാത്മക മായ, ഈ 3 ഗുണങ്ങൾ അടങ്ങുന്ന മായ അല്ലെങ്കിൽ ത്രിഗുണ സ്വരൂപിയായിട്ടുള്ള മായ
അതായത് സത്വരജസ്തമോ ഗുണസ്വരൂപിയായിട്ടുള്ള മായ സാ ത്വദാശ്രയ സദാ ഭാതി. അങ്ങേ തന്നെ ആശ്രയിച്ചു കൊണ്ടാണ് മായ ശോഭിക്കുന്നത്. എപ്പോഴും ശോഭിക്കുന്നു. എങ്ങനെ? അങ്ങയെ ആശ്രയിച്ചു കൊണ്ട് ശോഭിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൽ അങ്ങയുടെ ഊർജം ഉപയോഗിച്ച് ഈക്ഷണം കൊണ്ട് മായയെ ക്ഷോഭിപ്പിച്ച് ബ്രഹ്മാദികളെല്ലാം ഉണ്ടാക്കി. ആ ത്രിഗുണാത്മികയായിട്ടുള്ള മായ, അല്ലെങ്കിൽ സത്വരജസ്തമോ ഗുണസ്വരൂപിയായിട്ടുള്ള മായ എന്നും അങ്ങയെ ആശ്രയിച്ചിട്ട് മാത്രമാണ് ഈ സൃഷ്ടിക്കൊക്കെ സാധിച്ചത്. അങ്ങയുടെ അസാന്നിധ്യത്തിൽ ഇവിടെ മായ ഇല്ല. മായയ്ക്ക് ഒരു ശക്തിയില്ല. മായയ്ക്ക് ഈ സൃഷ്ടി സംഹാരങ്ങളൊക്കെ ശക്തി നൽകുന്നത് മുഴുവൻ അങ്ങാണ്. ആ മായ ഇതാ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇതാ സർവദാ ശോഭിക്കുന്നു. അങ്ങാകുന്ന ആശ്രയത്തോടു കൂടി, അതാണ് സാ ത്വദാശ്രയ. അതായത് ശരിക്കും മായ ജഡാണ്, അചേതനാണ്. ആ അചേതനമായിട്ടുള്ള മായയിൽ അങ്ങയുടെ സാന്നിധ്യത്താലാണ് ഈ ബ്രഹ്മാദികളായ പ്രജകളൊക്കെ ജനിച്ചത്. സത്വരജസ്തമോ ഗുണ സ്വരൂപിയായിട്ടുള്ള ആ മായ അങ്ങയെ ആശ്രയിച്ചിട്ടാണ് എല്ലായ്പ്പോഴും ഇങ്ങനെ വിളങ്ങണതും സൃഷ്ടി സാമർഥ്യവും മായയ്ക്ക് ലഭിച്ചതും അങ്ങയുടെ സാന്നിധ്യം കൊണ്ടാണ്. അങ്ങയുടെ ആ സാന്നിധ്യം ആണ് മായയുടെ ശക്തിക്ക് മുഴുവൻ കാരണം. സുഖം, ദുഃഖം, മോഹം ഇതിനൊക്കെ കാരണം മായയാണ്. അതുകൊണ്ടാണ് ത്രിഗുണാത്മിക എന്നുള്ള പേരും മായയ്ക്ക് ഒരു കാരണം. സത്വരജസ്തമോ ഗുണസ്വരൂപിയാണ്. പിന്നെ സുഖം, ദുഃഖം, മോഹം, ഇങ്ങനെ 3 അവസ്ഥയ്ക്ക് കാരണം മായയാണ്. സുഖം എന്നുള്ളതിനും മറ്റത് സച്ചിദാനന്ദ സ്വരൂപമാണല്ലോ, എപ്പോഴും ഇൻറ്റേർണൽ ബ്ലിസ്സാണ്. പക്ഷെ മായ കാരണമാണ് സുഖവും ദുഃഖവും മോഹവും നമുക്കുണ്ടാവണം. അതുകൊണ്ടും കൂടിയും ത്രിഗുണാത്മിക എന്ന് പറയുമെന്ന് ഞാൻ ഒരു വ്യാഖ്യാനത്തിൽ വായിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് 11 വായിച്ച് ഇന്നത്തെ ഇവിടെ നിർത്താം. ജായന്തേ തസ്യാം ബ്രഹ്മാദയ പ്രജാ തദ്വദാശ്രയ സദാ ഭാതി മായായ ത്രിഗുണാത്മിക. അതായത് ഭഗവാന്റെ സാന്നിധ്യത്തിൽ മാത്രമേ മായയ്ക്ക് ശക്തിയുള്ളൂ. അതായത് ഭഗവാന്റെ ശക്തിയാണ് മായ. അത് പറഞ്ഞ് നമുക്ക് നിർത്താം. ആ മായയാണ് ഭഗവാന്റെ പത്നി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.